നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. കർക്കിടകം 32 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാടം നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നു. 1200 പുതുവർഷം പിറക്കുന്നു. ഈ വീഡിയോയിൽ 2024 ഓഗസ്റ്റ് 17 മുതൽ 2024 സെപ്റ്റംബർ 16 വരെയുള്ള പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൻ്റെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴവും ചൊവ്വയും ചിങ്ങത്തിൽ രവി, ബുധൻ, ശുക്രൻ, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. ബുധൻ ആഗസ്റ്റ് 22 ചിങ്ങം 6 കർക്കിടകം രാശിയിലേക്ക് വക്രത്തിൽ സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ചിങ്ങം 19 സെപ്റ്റംബർ 4 ചിങ്ങം രാശിയിലേക്ക് ബുധൻ തിരികെ വരുന്നു. ശുക്രനാകട്ടെ ഓഗസ്റ്റ് 25 ചിങ്ങം 9 കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു. നീച അവസ്ഥയിലേക്കാണ് ശുക്രൻ പോകുന്നത്. ചിങ്ങം 10 ഓഗസ്റ്റ് 26 ചൊവ്വ മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഇതാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 12 രാശിയിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും ചിങ്ങമാസത്തിലെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ അയയ്ക്കുക. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 1200 ചിങ്ങമാസത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും ധനം വരുവാനും കർമ്മം കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജോലിയിൽ ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിഴ അടയ്ക്കേണ്ടതായി വരും. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യാവൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനങ്ങൾക്ക് പിഴ ചുമത്താനും ഇൻകം ടാക്സ് പേപ്പറുകളും അപ്ഡേറ്റ് ചെയ്തു വെക്കണം. മേലുദ്യോഗസ്ഥർ തൻ്റെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കാനും മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം. അലസത വെടിയുക. സന്താനങ്ങളുമായി നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി പോകാനാകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. കടങ്ങളും ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം കുറയാം. രാത്രി സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കണം. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പൊള്ളൽ, വീഴ്ച, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവിക്ക് ചുവന്ന ഹാരം, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 1200 ചിങ്ങമാസത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നിയമാനുസൃതമായി മാത്രം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധനവരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും
ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനും അപമാനിതരാകാനും ഇടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. വസ്തു, വീട് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ഇടപാടുകളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. രേഖകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹാലോചനകൾ മുന്നോട്ട് വരുമെങ്കിലും തീരുമാനമാകാൻ കാലതാമസം അനുഭവപ്പെടുന്നതാണ്. എന്നാൽ സന്താനങ്ങളുടെ ഐശ്വര്യങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. രാത്രി സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. മഹാദേവന് ധാര, ശാസ്താവിന് നീരാഞ്ജനം, കുടുംബ പരദേവതയ്ക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക. മിഥുനക്കൂർ മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 1200 ചിങ്ങമാസത്തിൽ ധനനേട്ടം, സന്തോഷം, ആഡംബര വസ്തുക്കളിൽ നിന്നും ലാഭവും ശത്രുനാശവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് അഭിവൃദ്ധി ഉണ്ടാകും. പേരും പ്രശസ്തിയും ഉണ്ടാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. സുഹൃത്ത് സഹായത്താൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ ബന്ധം നിലനിൽക്കുമെങ്കിലും ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കുടുംബത്ത് വസ്തുതർക്കങ്ങൾ നിലനിൽക്കുന്നവർക്ക് സമാധാനമായി മുന്നോട്ട് പോകാനാകും. കർമ്മരംഗത്ത് നല്ല ജോലിഭാരം വർദ്ധിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം. ദമ്പതി സൗഖ്യം കുറയാം. കുടുംബത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനും ആകും. ശത്രുശല്യം കുറയാം. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. സന്താനങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂർ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ ധനപ്രാപ്തിയും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭവും ഉണ്ടാവും. നല്ല സന്തോഷത്തോടെ ധൈര്യപൂർവ്വം എല്ലാ കാര്യത്തിനും ഇറങ്ങി പുറപ്പെടും. ധനം വന്നു ചേരുമെങ്കിലും പല ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ സഹായങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ടി വരും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താനങ്ങളുടെ ജോലിക്കാര്യം തീരുമാനമാകാനും സാധ്യതയുള്ള മാസമാണ്. കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങളും സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും കൊയ്യാനാകും. എന്നിരുന്നാലും രേഖകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രണയിതാക്കളുടെ ഇടയിലും ബന്ധം ഊഷ്മളമായിരിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകളിലും വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനും ആകും. ശത്രുശല്യവും കുറയാനാണ് സാധ്യത. ജലജന്യ രോഗങ്ങളോ തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. മഹാദേവന് ധാര, ദേവിക്ക് ഭാഗ്യസൂക്ത അർച്ചന, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട്
അനുകൂല തീരുമാനങ്ങൾ എടുക്കാനും ശത്രുശല്യം കുറയാനും കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനും ആകും. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, ജോലിഭാരം വർദ്ധിക്കുവാനും ഇടയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. അപമാനിതരാകാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാ ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കാനും ഇടയുണ്ട്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ദമ്പതി സൗഖ്യം കുറയാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. സുഹൃത്ത് സഹായം പ്രതീക്ഷിക്കാം. എന്നാൽ ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. ചില പുരോഗതിയിൽ വിഘ്നമുണ്ടാകുന്നതാണ്. വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ. മേലധികാരിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. രോഗാവസ്ഥകൾ വലയ്ക്കുവാനും ഇടയുണ്ട്. നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. അഗ്നിഭയം, മുറിവ്, ചതവ്, വീഴ്ച എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഓപ്പറേഷൻസ് വരെ വന്നുപെടാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കുക. രാത്രി സഞ്ചാരങ്ങളും ഒഴിവാക്കേണ്ടതാണ്. മഹാദേവന് ധാര, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, നിത്യവും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാം. ദൂരദേശ യാത്രകളും യാത്രകളിൽ അലച്ചിലുകളും മാനസിക അസ്വാസ്ഥ്യങ്ങളും ശത്രുഭയമുണ്ടാകാനും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ആത്മനിയന്ത്രണം ആവശ്യമായി വന്നേക്കാം. വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനും നടപ്പിലാക്കാനും ആകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. കടം ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കോ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അവയിലെല്ലാം സന്തോഷം കണ്ടെത്താനും ആകും. കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനായി പരീക്ഷകളിൽ വിജയിക്കാനാകും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവിഹിതം കുറയാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിയമപരമായി മാത്രം ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം. ഉദര സംബന്ധമായ ക്ലേശങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂർ. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് 1200 ആണ്ട് ചിങ്ങമാസത്തിൽ ധനനേട്ടം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ശയനസുഖം, വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പലതരത്തിലുള്ള ദ്രവ്യലാഭം ഉണ്ടാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും പലവിധ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ലാഭവിഹിതം കുറയാനാണ് സാധ്യത. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ചില തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പലരോടും വാക്ക് പറഞ്ഞ് അവ നിറവേറ്റാൻ സാധിക്കാതെ വരികയും ചെയ്യും. കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ. അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ ഇടപാടുകളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം. ബിസിനസ് രംഗത്തായാലും നേട്ടങ്ങൾ ഉണ്ടാകാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലുള്ളവർക്ക് ജോലി ലഭിക്കാനും ഇടയുണ്ട്. ദമ്പതികളുടെ ഇടയിലും പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനും ആകും. ശത്രുശല്യം കുറയാം. സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരും. ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം. പകർച്ചവ്യാധികൾ പിടിപെടാനിടയുണ്ട്. മനപ്രയാസങ്ങളും സ്വജനവിരഹവും രക്തദൂഷ്യങ്ങളും ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിച്ച് മുന്നോട്ടു പോവുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ കുടുംബത്തിൽ ബന്ധുക്കളുമായി നല്ല സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ, സ്ഥാനഭ്രംശം, പലവിധ സന്തോഷാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. എന്നാൽ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില മോശം അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. ദമ്പതി സൗഖ്യം ഉണ്ടാകും. എന്നാൽ കുടുംബത്ത് ചില അനിശ്ചിതാവസ്ഥ സംജാതമാകും. പ്രണയിതാക്കളുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായി മുന്നോട്ടു പോകുന്നതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും അവരുടെ ഉയർച്ചയിൽ പങ്കുകൊള്ളാനും ആകും. പലവിധ ഉയർച്ചകൾക്കും പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. എല്ലാ കാര്യത്തിലും ഒരു ആലസ്യം, ഉന്മേഷക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ്. രോഗാരിഷ്ടതകൾ വലയ്ക്കാതെ നോക്കണം. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടുംപായസം സമർപ്പിക്കുകയും മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 പുതുവർഷത്തിലെ ചിങ്ങമാസത്തിൽ ധാർമ്മികപരമായ കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാവിധ സൗഖ്യങ്ങളും ഉളവാകും. സർക്കാർ തലത്തിലുള്ള പ്രോജക്റ്റുകൾ ലഭിക്കാനും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ശത്രുനാശവും ലൗകിക സുഖങ്ങളും ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും അധികരിച്ച് തന്നെ നിൽക്കും. കർമ്മരംഗത്ത് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ വിജയിക്കാനാകൂ. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ദമ്പതി സൗഖ്യം കുറയാം. വിവാഹ കാര്യങ്ങൾക്കും തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ കാണാനാകും. എന്നിരുന്നാലും കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. സന്താനങ്ങൾക്കും ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവൂ. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആശുപത്രി വാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മകരക്കൂർ. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ പല സ്രോതസ്സുകളിൽ നിന്നും ധനമുണ്ടാകാനും അവയിൽ നിന്നെല്ലാം ഒരു ആശ്വാസവും ഉണ്ടാകുന്നതാണ്. സുഖം, അഭിവൃദ്ധി, ദുഃഖശമനം, പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വസ്തു, വാഹനം, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും.
സുഹൃത്തുക്കളും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ശത്രുശല്യം വർദ്ധിക്കുവാനും അധികാരികളിൽ നിന്നും ഒരു ഭയവും അലട്ടാനിടയുണ്ട്. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ബിസിനസ് രംഗത്ത് ചില പാളിച്ചകൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തെ വാക്കുകൾ കൊണ്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ ഈ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങൾ അത്ര ഗുണപ്രദമല്ല. പിന്നീട് കാര്യങ്ങൾ അനുകൂലമാകും. ഉദര സംബന്ധമായ രോഗങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. കുംഭക്കൂർ അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ എല്ലാ വിജയങ്ങളിലും സന്തോഷിക്കാനാകും. ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാൻ ആകുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നേട്ടങ്ങൾ കൊയ്യാനാകൂ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. വാഹനം, വസ്തു, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടതായി വരും. ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ആരോഗ്യം മോശമാകാനും ഇടയുണ്ട്. മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ഉറക്കക്കുറവ്, ശരീരത്തിന് ആഘാതങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻസ്, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഭക്ഷണ ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഹനുമാൻ ചാലിസ ജപിക്കുകയും മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. മീനക്കൂർ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസത്തിൽ ഏർപ്പെടുന്ന എല്ലാ സംരംഭങ്ങളിലും വിജയിക്കാനാകും. പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. ജീവിതം ആസ്വാദ്യകരമാകും. എന്നാൽ കുടുംബത്തെ ചില അഭിപ്രായ ഭിന്നത ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കും. ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. ബിസിനസ് രംഗമായാലും ലാഭകരമാകാൻ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായി വരും. കൂടുതൽ സമയങ്ങളിൽ ജോലി ചെയ്ത് ഭാഗ്യാനുഭവങ്ങൾ നേടിയെടുക്കാനാകും. രാഷ്ട്രീയ മേഖലയിലും പൊതുപ്രവർത്തകർക്കും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ദമ്പതി സൗഖ്യം കുറയാം. പ്രണയിതാക്കൾക്കും ആദ്യ ദിനങ്ങൾ ഗുണകരമാണെങ്കിലും പിന്നീട് മോശമാകാൻ ഇടയുണ്ട്. വാഹനം, വസ്തു, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ആദ്യ 2 ആഴ്ചകളിൽ പ്രതീക്ഷിക്കാം. പിന്നീട് വീട് പണികൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ശത്രുശല്യം വർദ്ധിക്കാം. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ഉദരസംബന്ധമായ ക്ലേശങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും മഹാദേവന് ധാര, ദേവിക്ക് ചുവന്ന ഹാരം നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ ചിങ്ങമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.